എന്തായാലും പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് പ്രതികളുടെ ജീവിത സാഹചര്യമാണ്. വീട്ടിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വാദം നടക്കുന്നത്. അപ്പോൾ കോടതി കുറെ കൂടി അനുഭാവപൂർവമായാണോ പ്രതികളോട് പ്രതികരിക്കുക ശിക്ഷാവിധിയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒന്നാം പ്രതിയുടെ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ, സഹോദരിയുടെ കുഞ്ഞും തന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്ന വാദം പരിഗണിച്ചിട്ട് ലെറ്റ് മീ സി എന്നൊക്കെ പറയുന്നു കോടതി. എന്തായാലും നമുക്ക് ശിക്ഷാവിധി വരുമ്പോൾ മാത്രമേ എന്താകും ഇവർക്കുള്ള ശിക്ഷ എന്ന് നമുക്കറിയാൻ കഴിയും. പക്ഷേ കേരള സമൂഹം ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത് ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ആ ജഡ്ജ്മെന്റ് ഇന്ന് പുറത്തു വരുമോ എന്നുള്ളതാണ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്, ഏതൊക്കെ തെളിവുകളാണ് കോടതി സ്വീകരിച്ചത്, തള്ളിയത് തുടങ്ങിയ കാര്യങ്ങൾ ആ ശിക്ഷാവിധിയിൽ നിന്ന് മാത്രമേ, ആ ജഡ്ജ്മെന്റിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ആ ശിക്ഷാവിധിക്കെതിരെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പരാതി അഭിഭാഷക അസോസിയേഷൻ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ആ ജഡ്ജ്മെന്റ് പുറത്തു വരാൻ വേണ്ടി കേരള സമൂഹം കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോടതി പ്രതികളിൽ നിന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷയിന്മേലുള്ള വാദപ്രതിവാദമാണ് തുടരുന്നത്. പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായി. ഇപ്പോൾ പ്രതിഭാഗം വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിതിൻ സേവ്യറിലേക്ക് വീണ്ടും. നിതിൻ, ഉച്ചയ്ക്ക് മുമ്പ് വിധിയുണ്ടാവുമോ? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഈ കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ അന്ന് കോടതി ഉച്ചയ്ക്ക് ഊണിഞ്ഞ് പിരിയാതെ, സാധാരണ 1 മണിക്കാണ് ഉച്ചയൂണിഞ്ഞ് പിരിയുന്നതെങ്കിൽ അന്ന് ഉച്ചയൂണിഞ്ഞ് പിരിയാതെ 2:45 വരെ ഈ കേസുമായി മുന്നോട്ട് പോയിരുന്നു. അത്തരമൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ 12:30 കഴിഞ്ഞു. ഇനിയും 4 അഭിഭാഷകർ കൂടി, ഈ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ അഭിഭാഷകൻ ഓൺലൈനായാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അദ്ദേഹം കോടതിയിൽ നേരിട്ടെത്തിയിട്ടില്ല, ഓൺലൈനായാണ് എത്തിയിട്ടുള്ളത്. കോടതിയിൽ ഈ മാർട്ടിൻ്റെ അഭിഭാഷകന്റെ വാദപ്രതിവാദങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 4 പേർ ഇനിയും പറയാനുണ്ട്. ഒരുപക്ഷെ ഉച്ചയൂണിഞ്ഞ് പിരിയാതെ ഈ വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നവരെ കോടതി തുടരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ 1 മണിക്കോ മറ്റു കോടതി പിരിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശിക്ഷാവിധിയിന്മേലുള്ള വാദം തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കോടതിയിൽ നിന്നും നേരത്തെ വന്നൊരു സൂചന അനുസരിച്ച്, അതായത് പ്രോസിക്യൂഷൻ നേരത്തെ തനിക്ക് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല എന്നൊരു മറുപടി, തനിക്ക് ഇന്ന് തന്നെ ശിക്ഷ വിധിക്കണമെന്നൊരു മറുപടി കോടതി നൽകിയെന്നാണ് കോടതിക്കുള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ വിധി വരാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് മാർട്ടിൻ്റെ അഭിഭാഷകനും കോടതിയിൽ ആവശ്യപ്പെടുന്നത്. മാർട്ടിൻ്റെ അഭിഭാഷകൻ ഓൺലൈനായാണ് കോടതിയിൽ ഹാജരായത്, നേരിട്ടെത്തിയിട്ടില്ല. അപ്പോൾ മാർട്ടിൻ്റെ അഭിഭാഷകനും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് നേരത്തെ മാർട്ടിൻ കരഞ്ഞുകൊണ്ട് കോടതിയിൽ പറഞ്ഞത്. താൻ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല, എങ്കിൽ തനിക്കതൊന്നും അറിയില്ലായിരുന്നു, താൻ നിരപരാധിയാണ്, 5.5 വർഷം ഒരു തെറ്റും ചെയ്യാതെ താൻ ജയിലിൽ കടഞ്ഞു, തന്നെ നിരപരാധിത്വം കണ്ടുകൊണ്ട് തന്നെ വെറുതെ വിടണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു മാർട്ടിൻ ആന്റണി കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിൽ മാർട്ടിൻ ആന്റണിയുടെ അഭിഭാഷകൻ, ഓൺലൈനായി ഹാജരായ അഭിഭാഷകനും ആവശ്യപ്പെടുന്നത് മാർട്ടിൻ ആന്റണിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാർട്ടിൻ ആന്റണിക്ക് നൽകണമെന്നാണ് മാർട്ടിൻ ആന്റണിയുടെ രണ്ടാം പ്രതിയുടെ അഭിഭാഷകനും കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിംസ് റൈറ്റ്. ഇപ്പോൾ പ്രതികൾക്ക് ശിക്ഷ കുറയ്ക്കണം എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. കാരണം ഒന്നാം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോട്ടയത്ത് എറണാകുളത്ത് കേസുകളുണ്ട്. പക്ഷേ ആ കേസുകളിൽ വെറുതെ വിട്ടതാണ് എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ അതല്ല, അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. എന്തായാലും ശിക്ഷാവിധിയിന്മേലുള്ള വാദപ്രതിവാദം തുടരുകയാണ്. പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. നിതിൻ സേവ്യറിലേക്ക് വേണ്ടി. നിതിൻ, ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ആ വിധിയെക്കുറിച്ചുള്ള ഒരു പരാതി ഹൈക്കോടതിയിലുണ്ടല്ലോ. ആ ഹൈക്കോടതിയിൽ ആ പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായോ? ആ പരാതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു പരാതി നൽകിയിരുന്നു. അതായത് വിധിപ്പകർപ്പ് തനിക്ക് നേരത്തെ ഊമക്കത്തായി ലഭിച്ചു, അല്ലെങ്കിൽ എന്താണ് ഈ 4 പ്രതികളെ വെറുതെ വിടുമെന്ന കാര്യം തനിക്ക് നേരത്തെ ഊമക്കത്തായി ലഭിച്ചു എന്ന് തുടങ്ങിയ ഒരു പരാതിയാണ് നൽകിയിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ പരാതിയിന്മേൽ തുടർ നടപടികളൊന്നുമായിട്ടില്ല. ഏതായാലും ഈ മണികണ്ഠൻ്റെ അഭിഭാഷകൻ്റെ കൂടി ഒരു വാദം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നത് 376D, അതായത് കൂട്ടബലാത്സംഗത്തിൻ്റെ വകുപ്പാണ്. ഈ വകുപ്പ് ചുമത്തപ്പെടുമ്പോൾ ആളുകൾ കരുതുക എല്ലാവരും കൂട്ടബലാത്സംഗം, അല്ലെങ്കിൽ ഈ വകുപ്പ് ചുമത്തിയിട്ടുള്ള എല്ലാവരും കൂട്ടബലാത്സംഗത്തിൽ ഏർപ്പെട്ടു എന്നാണ് ആളുകൾ കരുതുക. അതങ്ങനെയല്ല എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. കുറ്റകൃത്യത്തിൽ സഹായിച്ച് സാന്നിധ്യമുണ്ടായി എന്ന നിയമതത്വം ബാധകമാകുമെന്ന് കോടതി അതിന് മറുപടിയും പറയുന്നുണ്ട്. അതായത് തൻ്റെ കക്ഷി മണികണ്ഠൻ ബലാത്സംഗം നടത്തിയിട്ടില്ല, ഈ വകുപ്പുകൾ തൻ്റെ കക്ഷിയുടെ മേൽ ചുമത്തുമ്പോൾ
അത് തൻ്റെ കക്ഷിയും ബലാത്സംഗം ചെയ്തു എന്ന് ആളുകൾ കരുതാൻ ഇടയാകും എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കോടതി അതിന് മറുപടി നൽകുന്നത് ജോയിന്റ് ലയബിലിറ്റി എന്നൊരു കാര്യമാണ് കോടതി അതിന് മറുപടിയായി നൽകുന്നത്. അതായത് കുറ്റകൃത്യത്തിൽ സഹായിച്ച് സാന്നിധ്യമുണ്ടായി എന്ന നിയമതത്വം അത് ബാധകമാകുമെന്നാണ് കോടതിയിൽ മണികണ്ഠൻ്റെ അഭിഭാഷകനോട് കോടതി മറുപടി പറയുന്നത്. ഏതായാലും ഈ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ലെങ്കിൽ ഈ അഭിഭാഷക അസോസിയേഷൻ്റെ പരാതി നേരത്തെ ജിംസ് പറഞ്ഞ പോലെ തന്നെ അത് ഹൈക്കോടതിയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വരും ദിവസങ്ങളുണ്ടാകും. ഏതായാലും A1 A8 തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാനായില്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് അത് എങ്ങനെ ബാധകമാകുമെന്നാണ് അഭിഭാഷകൻ ചോദിക്കുന്നത്. അതായത് ഒന്നാം പ്രതിയായ പൾസർ സുനിയും 8ാം പ്രതിയായിരുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെങ്കിൽ മറ്റു പ്രതികൾ തമ്മിൽ ഗൂഢാലോചന നടത്തിയത് എങ്ങനെ ബാധകമാകും, അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് അത് എങ്ങനെ ബാധകമാകുമെന്നാണ് ഈ കോടതിക്ക് മുമ്പിൽ ഈ അഭിഭാഷകൻ മണികണ്ഠൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ കുറ്റമുക്തനാപ്പെട്ട ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഗൂഢാലോചന, ഒന്നാം പ്രതിയും പൾസർ സുനിയും കുറ്റമുക്തനാക്കപ്പെട്ട 8ാം പ്രതിയായിരുന്ന ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു പ്രതികൾക്ക് ഇതൊക്കെ ബാധകമാകൂ എന്നതാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ കോടതിയോട് ചോദിക്കുന്നത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും ഒപ്പം തന്നെ ഒരു പെറ്റിക്കേസ് പോലുമില്ല എന്നും മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. 1.5 സെന്റ് സ്ഥലത്താണ് കുടുംബം താമസിക്കുന്നത്. ഇതെല്ലാം തന്നെ പരിഗണിക്കണമെന്ന് മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. മണികണ്ഠൻ ഈ കേസിലെ 3ാം പ്രതിയാണ് മണികണ്ഠൻ. തുടക്കത്തിൽ നടിയുടെ വാഹനത്തിൽ നടിക്കൊപ്പം കയറിയിരുന്ന നടിയെ ഭീഷണിപ്പെടുത്തുന്ന, പിന്നീട് പൾസർ സുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായി അതിജീവിതം സഞ്ചരിച്ച നടിയുടെ വാഹനത്തിൻ്റെ ഡ്രൈവറായി മാറിയ ആളാണ് മണികണ്ഠൻ. മണികണ്ഠനെതിരെ നേരത്തെ ക്രിമിനൽ കേസുകളൊന്നും ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നും റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെടുന്നുണ്ട്. മണികണ്ഠൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത്